അല്ല, എന്തു പറ്റി? എന്റെ ഗുരു എന്താ പറയാനാ, ഒരു 6 മാസം മുമ്പ് ഒരു 2 ലക്ഷം രൂപ ഒരാൾക്ക് കടമായിട്ട് കൊടുത്തു. ചെക്കും മേടിച്ചു തന്നെ, പക്ഷെ ആ ചെക്ക് അങ്ങ് ബൗൺസ് ആയി പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? അതിനിപ്പോ എന്താ? അല്ല, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏകദേശം 20,000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ അത് കയ്യിൽ ക്യാഷ് കൊടുക്കാൻ പാടില്ലല്ലോ. ഞാനാണെങ്കിൽ എൻ്റെ ഒരു അബദ്ധത്തിന് കയ്യിലാണ് കൊടുത്തത്. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ചേടാ, ഇതൊക്കെ ആരാ പറയുന്നേ? ഇത് ഇങ്ങനെയൊന്നുമല്ല. ആക്ച്വലി ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. സംഭവം നമ്മളൊരു 20,000 രൂപയ്ക്ക് മുകളിലുള്ള പേയ്മെന്റ് ആണെങ്കിൽ അവിടെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരമായിരിക്കണം ട്രാൻസാക്ഷൻ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് സെക്ഷൻ 269 ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്നെങ്കിൽ ചെക്ക് ത്രൂ അല്ലെങ്കിൽ UPI ആണെങ്കിലും പറ്റും. മാത്രമല്ല ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇത്തരത്തിൽ ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. അല്ലാത്ത പക്ഷം നമ്മൾ ക്യാഷ് ആയിട്ട് ഒരാൾക്ക് കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അത് ഇൻകം ടാക്സ് ആക്ട് ലംഘിക്കുന്നതിന് തുല്യമായിരിക്കും. ഇനി അത് ലംഘിക്കുകയാണെങ്കിൽ സെക്ഷൻ 279D ഓഫ് ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ലയബിലിറ്റീസേ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ നൽകിയ എമൗണ്ട് അത് അസാധുവാകാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നൽകിയ 2 lakh എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ അസാധുവാണെന്നല്ല, നിങ്ങൾ ഇൻകം ടാക്സ് ആക്ട് ലംഘിച്ചതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പെനാൽറ്റീസ് അവിടെ വരും എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു പേയ്മെന്റ് നടത്തിയതിന്റെ ഭാഗമായി ചെക്ക് നൽകിയ വ്യക്തി അതും ബൗൺസ് ആയതിനു ശേഷം അയാളുടെ ലയബിലിറ്റീസ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത്തരത്തിലാണെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ തന്നെ പറ്റില്ലല്ലോ. ഇപ്പൊ കാര്യങ്ങളെല്ലാം ഏറെക്കുറെ വ്യക്തമായല്ലോ അല്ലേ? അല്ല, അപ്പൊ എനിക്ക് കേസ് കൊടുക്കാൻ പറ്റുന്നല്ലേ പറഞ്ഞത് ഗുരു? പിന്നെന്താ, അതൊക്കെ നമുക്ക് മേടിച്ചെടുക്കാലോ. എനിവേ, കൂൾ ഗുരു, ശുക്രിയ.